ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരുന്നു. ലോകത്ത് ആദ്യമായി അമേരിക്കയുടെ താഡ് മിസൈൽ പ്രതിരോധം ഇസ്രായേൽ ഉപയോഗിച്ചു. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡിന് ഇസ്രായേലിന് സ്വന്തം. ഹൂതികളുടെ മിസൈൽ ആക്രമണത്തെ ഇരട്ടി ശക്തിയിൽ ഇസ്രായേൽ താഡ് ഉപയോഗിച്ച് ചെറുത്തു. ഹൂതികളുടെ ആക്രമണത്തിനിടയിൽ ഒരു US താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഇസ്രായേലിന്റെ പ്രതിരോധം കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച ഹൂതി ബാലിസ്റ്റിക് മിസൈലിനെ തടസ്സപ്പെടുത്താൻ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞു. ഒക്ടോബറിൽ US ഇസ്രായേലിൽ വിന്യസിപ്പിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. താഡ് അല്ലെങ്കിൽ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം മിസൈലിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ശ്രമം വിജയകരമായതുകൊണ്ട് തന്നെ താഡിന്റെ വിജയം നിർണായകമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ ആയുധമായ അയൺ ഡോമിന് പിന്നാലെയാണ് താഡ് എത്തിയത്. ഇതിപ്പോൾ അവരുടെ പ്രതിരോധ ശക്തി കൂടുതൽ കരുത്തരാക്കുകയാണ്. ഇറാനെ ആക്രമിക്കുവാനുള്ള ഇസ്രായേലിന്റെ പദ്ധതികൾ പരിപൂർണമായിട്ടുള്ള ഒരു പൂർത്തീകരണത്തിലേക്ക് വരികയാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനു മുന്നോടിയായി ഇസ്രായേലിന്റെ സമ്പൂർണമായിട്ടുള്ള കവചം തീർത്ത് താഡ് ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് മിസൈലുകളുടെ ഒരു കവചം തീർത്തിപ്പോൾ അമേരിക്കയും രംഗത്ത് വന്നിരുന്നു. ഉരുക്കിന്റെ താഴികക്കുടമായി തീർന്നിരിക്കുകയാണ് അമേരിക്കയുടെ ഈ പദ്ധതി. താഡ് മിസൈലിനെ തടുത്തു നിർത്തിയെന്നും മിസൈൽ പ്രതിരോധത്തിൽ US ഇസ്രായേലി പങ്കാളിത്തം ഇസ്രായേലിന്റെ എതിരാളികൾക്ക് പ്രകടമാകുന്നതിലൂടെ മിഡിൽ ഈസ്റ്റിൽ പ്രതിഷേധം ശക്തമാകുമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അയൺ ഡോമിനൊപ്പം ഇസ്രായേൽ ആക്രമണത്തിന് കരുത്തു പകരാനെത്തിയ അമേരിക്കയുടെ വജ്രായുധമാണ് താഡ്. ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായാണ് താഡ് എന്ന നൂതന മിസൈൽ പ്രതിരോധ സംവിധാനം അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ നേടിയത്. താഡിനൊപ്പം ഇത് പ്രവർത്തിപ്പിക്കാൻ 100-ലധികം US സൈനികരെയും ഇസ്രായേലിലേക്ക് അമേരിക്ക വിന്യസിപ്പിച്ചിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ഏറ്റവും നൂതനമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് താഡ്. പ്രധാന ഇറാൻ ഹിസ്ബുള്ള നേതാക്കളെ കൊലപ്പെടുത്തുന്നതിന്റെ പ്രതീകമായി ഇസ്രായേലിനെതിരെ അടുത്തിടെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മുന്നോടി അല്ലെങ്കിൽ മറുപടിയായിട്ടായിരുന്നു ഈ നീക്കം. US സൈനികർക്കൊപ്പം തന്നെ താഡ് സംവിധാനം അയക്കുമെന്ന് USന്റെ പ്രതിരോധ ആസ്ഥാനമായ ദ പെന്റഗൺ ആണ് അറിയിച്ചത്. തങ്ങളുടെ സൈനിക സേനയെ ഇസ്രായേലിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന US നൽകിയ ടെഹ്റാന്റെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം വന്നതും. ഷോർട്ട്, മീഡിയം, ഇന്റർമീഡിയറ്റ് ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമാണ് താഡ്. അന്തരീക്ഷത്തിനകത്തും പുറത്തുമുള്ള ലക്ഷ്യങ്ങളെ തടയാൻ കഴിവുള്ള ഏക US സംവിധാനമാണിത്. സാധാരണയായി അന്തരീക്ഷത്തിന് മുകളിലേക്കുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ തടഞ്ഞുകൊണ്ട് നശിപ്പിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപേ തന്നെ മിസൈലുകളെ നശിപ്പിക്കുവാനും ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് പ്രത്യേകത. 1991 പേർഷ്യൻ ഗൾഫ് യുദ്ധ സമയത്ത് ഇറാഖിന്റെ സ്കഡ് മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് അമേരിക്ക താഡ് വികസിപ്പിച്ചെടുത്തത്. മൊത്തം 88 സ്കാഡ് മിസൈലുകൾ 42 എണ്ണം ഇസ്രായേലിലേക്കും 46 സൗദി അറേബ്യയിലേക്കും ഇറാഖ് തൊടുത്തുവിടുകയും ആക്രമണത്തിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. US സൈന്യത്തിനായി ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച ഒരു സംയോജിത വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണിത്. യഥാർത്ഥത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി പ്രോഗ്രാമായ താഡ് മിസൈൽ ഡിഫൻസ് ഏജൻസിയുടെ കീഴിലാണ് വരുന്നത്. നിലവിൽ 7 താഡ് ബാറ്ററികളാണ് USനുള്ളത്. ഉയർന്ന ബാലിസ്റ്റിക് മിസൈൽ ഭീഷണി നേടുന്ന പ്രദേശങ്ങളിലാണ് ഇവ പ്രവർത്തിപ്പിക്കുന്നത്. 8ാമത്തെ സംവിധാനം നിർമ്മിച്ചു വരികയാണ്. ഇത് 2025 ഉപയോഗിക്കാനാകും. ഓരോ താഡ് ബാറ്ററിയിലും ട്രാക്കുകളിൽ ഘടിപ്പിച്ച 6 ലോഞ്ചറുകൾ, 48 മിസൈൽ ഇന്റർസെപ്റ്ററുകൾ, റേഡിയോ ടാർ സംവിധാനങ്ങൾ എന്നിവയുണ്ട്. ഒരു താഡ് ബാറ്ററി പ്രവർത്തിപ്പിക്കാൻ 95 സെക്ടർ ആവശ്യമാണ്. 200 കിലോമീറ്റർ അതായത് 124 മൈൽ അകലെയുള്ള മിസൈലുകളെ തടയാൻ താഡിന് കഴിയും. 150 കിലോമീറ്റർ അതായത് 93 മൈൽ വരെ ഉയരത്തിൽ എത്തുന്ന മിസൈലുകളെ തടസ്സപ്പെടുത്തുവാനും കഴിയും. ആകാശത്ത് വെച്ച് ലോകത്തിലെ ഏറ്റവും ഫലപ്രദമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇന്റർസെപ്റ്റർ മിസൈലുകൾ മാർക്ക് 8 അതുവരെ വേഗത കൈവരിക്കാനാകും. ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ താഡിന്റെ റഡാർ സംവിധാനം കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുക. ശേഷം ഈ സിസ്റ്റം മിസൈലിന്റെ പാത ട്രാക്ക് ചെയ്യും. പിന്നീട് വരുന്ന മിസൈലുകൾ നശിപ്പിക്കാൻ ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപിക്കുന്നു. വരുന്ന മിസൈലുമായി ഇന്റർസെപ്റ്റർ കൂട്ടിയിടിച്ച് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക. ഓരോ ലോഞ്ചറും വീണ്ടും ലോഡ് ചെയ്യാൻ 30 മിനിറ്റ് വരെ സമയമെടുക്കും. മിസൈൽ പ്രതിരോധത്തിന് പുറമെ കിഴക്കൻ മെഡിറ്ററേനിയൻ, അറബിക്കടൽ, ചെങ്കടൽ എന്നിവിടങ്ങളിലും വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും ഇസ്രായേൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഒക്ടോബർ 1 180 മിസൈലുകൾ ഇസ്രായേൽ പ്രദേശത്തേക്ക് വിക്ഷേപിച്ചതോടെ ഇറാന്റെ ഏറ്റവും വലിയ ആക്രമണം ഉൾപ്പെടെയുള്ള മിസൈൽ ആക്രമണത്തിന് മറുപടി നൽകാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇസ്രായേൽ. ഹിസ്ബുള്ളയുമായുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ലെബനോൻ അതിർത്തി കടന്ന് ഇസ്രായേൽ കരയുദ്ധവും ആരംഭിച്ചിരുന്നു.
ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെ 180 മിസൈലുകളാണ് ഇസ്രായേലിന് നേർക്ക് ഇറാൻ തൊടുത്തുവിട്ടതും. ഇതിന് പിന്നാലെയാണ് ശക്തമായ മിസൈൽ ആക്രമണം ലെബനോനിൽ ഇസ്രായേൽ തുടർന്നതും തിരിച്ചടികളെ നേരിടാൻ അമേരിക്കയുടെ സഹായത്തോടെ സജ്ജമായതും. ഇസ്രായേൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് പിന്നാലെ അമേരിക്കയുടെ താട് കൂടെ എത്തിയതോടെ ഇസ്രായേൽ വീണ്ടും കരുത്താർജിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.